ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡും പൈനാപ്പിളും വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറുതായി അരനയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുക. അത് തിളച്ചതിന് ശേഷം 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ട്രിപ്പ് വനില എസെൻസും ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി കേട്ടോ, പഞ്ചസാരക്ക് പകരം. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട്, എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതിനോണ്ട് ഞാൻ പഞ്ചസാര മാത്രം ആക്കിയെന്നേ ഉള്ളൂ. ഇനി പുഡിംഗ് ട്രേ എടുക്കുക, അതിൽ നമ്മൾ ബ്രെഡ് അരിക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സിലെ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പകുതിയോളം നമ്മൾ ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സിലെ അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക, പകുതി ഇട്ടോ. ബാക്കി നമുക്ക് ലാസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി അടുത്ത ലെയറിനായിട്ട് നമ്മൾ ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സിലെ അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് പൈനാപ്പിളും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് മാത്രം കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.